കുന്നുകൾക്കും കാട്ടുപൂക്കൾ നിറഞ്ഞ വയലുകൾക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഗ്രാമത്തിൽ നേഹ എന്ന ചൈതന്യമുള്ള ഒരു യുവതി ജീവിച്ചിരുന്നു. ഒരു ലോലമായ താമര പോലെ നേഹ തകർന്ന ഹൃദയത്തിൻ്റെ കൊടുങ്കാറ്റുള്ള വെള്ളത്തിൽ സഞ്ചരിക്കുന്നതായി കണ്ടെത്തി. സാന്ത്വനവും മാർഗനിർദ്ദേശവും തേടി അവൾ ബഹുമാനപ്പെട്ട സെന്റ് മാസ്റ്ററായ ഗുരു രവിയുടെ അടുത്തേക്ക് തിരിഞ്ഞു. അദ്ദേഹം അവളെ ശാന്തമായ പുൽമേട്ടിലേക്ക് ക്ഷണിച്ചു. ഇവിടെ പ്രകൃതിയുടെ മൃദുലമായ മന്ത്രിപ്പുകൾക്കിടയിൽ തകർന്ന ഹൃദയത്തെ എങ്ങനെ സുഖപ്പെടുത്താം എന്നതിനെക്കുറിച്ചുള്ള കാലാതീതമായ ജ്ഞാനം ഗുരു രവി പകർന്നു. ഗുരു രവി ഒരു പായൽ മൂടിയ പാറയിലിരുന്ന് ആദ്യത്തെ പോയിന്റ് പഠിപ്പിക്കാൻ തുടങ്ങി. നേഹയെ കരയാൻ അനുവദിച്ചുകൊണ്ട് രവി പറഞ്ഞു, കണ്ണുനീർ ആത്മാവിൻ്റെ ശുദ്ധീകരണത്തിനുള്ള വഴിയാണ്. നിങ്ങളുടെ ഹൃദയം ഭാരമാകുമ്പോൾ കണ്ണുനീർ സ്വതന്ത്രമായി ഒഴുകട്ടെ. ഭാരത്തെ ലഘൂകരിക്കുന്നതിനുള്ള ഒരു ചുവടുവയ്പ്പാണ്. ഉള്ളിലെ സമുദ്രത്തെ അടിച്ചമർത്തരുത്, അത് ഇളകി ഒഴുകട്ടെ. ഉപദേശത്തിൻ്റെ ലാളിത്യത്താൽ സ്പർശിച്ച നേഹ കണ്ണീരിൻ്റെ രോഗശാന്തിയുടെ ശക്തി ഉൾക്കൊള്ളാൻ പഠിച്ചു. അവർ വളഞ്ഞു പൊളഞ്ഞ് ഒഴുകുന്ന അരുവിയിലൂടെ നടക്കുമ്പോൾ ഗുരു രവി രണ്ടാമത്തെ രഹസ്യം പങ്കിട്ടു. പങ്കിടലിൻ്റെ പ്രാധാന്യം. പങ്കുവയ്ക്കുന്ന വേദന പകുതിയായി കുറയ്ക്കുന്നു. തകർന്ന ഹൃദയത്തിൻ്റെ ഭാരം ഒറ്റയ്ക്ക് ചുമക്കരുത്. നിങ്ങൾ വിശ്വസിക്കുന്നവരുമായോ സുഹൃത്തുക്കളുമായോ കുടുംബാംഗങ്ങളുമായോ അനുകമ്പയുള്ള അപരിചിതരുമായോ നിങ്ങളുടെ വികാരങ്ങൾ പങ്കിടുക. പങ്കിടൽ പ്രവൃത്തി ഹൃദയങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. കൂട്ടായ ധാരണയിലൂടെയുള്ള ഭാരം. മറ്റുള്ളവരോട് തുറന്നു പറയുന്ന സ്നേഹ പങ്കിട്ട സഹാനുഭൂതിയുടെ ഊഷ്മളത അവളുടെ മുറിവേറ്റ ഹൃദയത്തെ സാന്ത്വനിപ്പിക്കുന്നതായി അനുഭവപ്പെട്ടു. ഇവിടെ ശാന്തമായ തണലിൽ ഗുരു രവി മൂന്നാമത്തെ കാര്യം ഊന്നിപ്പറഞ്ഞു. യഥാർത്ഥ സ്നേഹമല്ല അറ്റാച്ച്മെൻ്റാണ് തകരുന്നത് എന്ന് മനസ്സിലാക്കുക. നേഹ അറ്റാച്ച്മെൻറ്റും സ്നേഹവും തമ്മിൽ വേർതിരിക്കുക. അറ്റാച്ച്മെൻറ്റ് ദുർബലമാണ്. അതിലോലമായ നൂൽ പോലെ പൊട്ടിപ്പോകാൻ സാധ്യതയുള്ളതാണ്. എന്നിരുന്നാലും യഥാർത്ഥ സ്നേഹം ശക്തമായ വൃക്ഷത്തിൻ്റെ വേരുകൾ പോലെ പ്രതിരോധശേഷിയുള്ളതാണ്. സ്നേഹത്തെ പരിപോഷിപ്പിക്കുക. അറ്റാച്ച്മെൻ്റെല്ലാം നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ഹൃദയാഘാതത്തിൽ നിന്ന് നിങ്ങൾക്ക് മുക്തിയുണ്ടാകും. നേഹ വേർതിരിവ് പ്രതിഫലിപ്പിച്ചു. തന്നിൽ തന്നെ യഥാർത്ഥ സ്നേഹത്തിൻ്റെ സത്ത പരിപോഷിപ്പിക്കാൻ തുടങ്ങി. സായാഹ്ന ആകാശത്തിൻ്റെ വിശാലമായ ക്യാൻവാസിനു കീഴെ ഗുരു രവി നാലാമത്തെ പോയിന്റിനെ കുറിച്ച് സംസാരിച്ചു. നേഹ നിങ്ങളുടെ ജീവിതം ലളിതമാക്കുക. ഹൃദയവേദനയുടെ നിമിഷങ്ങളിൽ കുറയ്ക്കൽ കല പഠിക്കുക. അനാവശ്യ ഭാരങ്ങൾ ഉപേക്ഷിക്കുക. ബഹളം കുറയ്ക്കുക. മനസ്സിനെ അസ്വസ്ഥമാക്കുക. രോഗശാന്തിക്കുള്ള ഇടം സൃഷ്ടിക്കുക. അനാവശ്യമായ ബന്ധങ്ങളുടെ സങ്കീർണതകളാൽ ഭാരമില്ലാത്ത ഒരു സ്ഥലത്ത് തകർന്ന ഹൃദയം കൂടുതൽ അനായാസമായി സുഖപ്പെടുന്നു. ലാളിത്യം ഉൾക്കൊള്ളുന്ന നേഹ അവളുടെ ഹൃദയത്തിൻ്റെ അലങ്കോലമില്ലാത്ത ഇടങ്ങളിൽ ആശ്വാസം കണ്ടെത്തി. ശാന്തമായ ഒരു ധ്യാനസ്ഥലത്ത് ഗുരു രവി അഞ്ചാമത്തെ പോയിന്റ് വെളിപ്പെടുത്തി. അനാവശ്യ വേദന ഒഴിവാക്കി. നേഹ ഒരു ശാരീരിക മുറിവ് പോലെ തകർന്ന ഹൃദയത്തിന് മൃദുലമായ പരിചരണം ആവശ്യമാണ്. മുറിവിൽ അനാവശ്യമായി സ്പർശിക്കുന്നത് ഒഴിവാക്കുക. വേദനയുടെ ഉറവിടം ആവർത്തിച്ച് വീണ്ടും സന്ദർശിക്കുന്നത് അത് വർദ്ധിപ്പിക്കും. സമയവും ദൂരവും രോഗശാന്തിക്കാരാകാൻ അനുവദിക്കുക. നിങ്ങൾ ദുർബലമായ പുഷ്പം പോലെ നിങ്ങളുടെ ഹൃദയത്തെ സംരക്ഷിക്കുക. സുഖപ്പെടുത്തുന്ന അവളുടെ ഹൃദയത്തിൻ്റെ സൂക്ഷ്മമായ സ്വഭാവം മനസ്സിലാക്കിയ നേഹ വീണ്ടെടുക്കലിൻ്റെ പാതയിൽ ലഘുവായി ചവിട്ടാൻ തിരഞ്ഞെടുത്തു. ഒരു ദിവസം എല്ലാം ശരിയാകും. വെൽവെറ്റ് ആകാശത്ത് നക്ഷത്രങ്ങൾ ഉദിച്ചു തുടങ്ങിയപ്പോൾ ഗുരു രവി ആറാമത്തെ പോയിന്റ് അറിയിച്ചു. ഒരു ദിവസം ശരിയാകുമെന്ന ഉറപ്പ്. നേഹ കൊടുങ്കാറ്റുകൾ എന്നേക്കുമായി നിലനിൽക്കില്ല. ഒരിക്കൽ ഇരുട്ടിൽ മൂടിയ രാത്രി ആകാശം പ്രഭാതത്തിലേക്ക് വഴിമാറുന്നു. അതുപോലെ തകർന്ന ഹൃദയത്തിൻ്റെ വേദനയും സമയത്തിനനുസരിച്ച് കുറയും. സൂര്യൻ വീണ്ടും ഉദിക്കുമെന്ന് വിശ്വസിക്കുക. ചൂടും സൗഖ്യവും നൽകുന്നു. നിങ്ങളുടെ മുറിവേറ്റ ഹൃദയം സുഖമാകുന്നു. ഒരു പുതിയ പ്രഭാതത്തിൻ്റെ വാഗ്ദാനത്തിൽ മുറുക്കെ പിടിച്ച നേഹ ഉള്ളിൽ പ്രതീക്ഷയുടെ മിന്നൽ പിണരുന്നതായി തോന്നി. അനുഭവം നിങ്ങളെ ശക്തനാക്കും. ഗുരു രവി ചന്ദ്രപ്രകാശത്തിൻ്റെ മൃദുലമായ പ്രഭയിൽ 7-ാം പോയിന്റോടെ ഉപസംഹരിച്ചു. അനുഭവത്തിൽ കണ്ടെത്തിയ ശക്തി. നേഹ ഈ വേദന ഒരു അഗാധമായ ടീച്ചറായി കരുതുക. തകർന്ന ഹൃദയത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ
ഓരോ ചുവടും ഒരു പാഠമാകും. ഓരോ തിരിച്ചടിയും ചവിട്ടുപടിയായി മാറുന്നു. കാലക്രമേണ മുറിവുകൾ ബലഹീനതയുടെ ഓർമ്മപ്പെടുത്തലുകളല്ല, മറിച്ച് ശക്തിയുടെ സാക്ഷ്യപ്പെടുത്തലുകളാകും. പ്രതികൂലാവസ്ഥ. അനുഭവത്തിൻ്റെ പരിവർത്തന ശക്തിയെ ഉൾക്കൊള്ളുന്ന നേഹയ്ക്ക് ഉള്ളിൽ ഒരു ശാന്തമായ പ്രതിരോധം വളരുന്നതായി തോന്നി. പുൽമേടിൻ്റെ ശാന്തതയാൽ ചുറ്റപ്പെട്ട ഗുരു രവി നേഹയോട് പറഞ്ഞു, നേഹ, ജീവിതത്തിൻ്റെ സിംഫണിയിൽ നിങ്ങളുടെ ഹൃദയാഘാതം ഒരു കുറിപ്പാണ്. മുഴുവൻ രചനയല്ല. കരയുക, പങ്കിടുക, സ്നേഹത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കുക, അനാവശ്യ ഭാരങ്ങൾ കുറയ്ക്കുക, മുറിവിൽ വളരെ ശ്രദ്ധിച്ച് പെരുമാറുക, രോഗശാന്തി പ്രക്രിയയിൽ വിശ്വസിക്കുക. ഓരോ അനുഭവവും നിങ്ങളെ ശക്തരാക്കട്ടെ. ആ മരത്തിൻ്റെ സംരക്ഷണ കരങ്ങൾക്ക് താഴെയുള്ള നേഹയ്ക്ക് ശക്തിയുടെയും ലക്ഷ്യത്തിൻ്റെയും നവോന്മേഷം അനുഭവപ്പെട്ടു. ഗുരു രവി തുടർന്നു, അസ്തിത്വത്തിൻ്റെ മഹത്തായ പാതയിൽ നിങ്ങൾ നെയ്ത്തുകാരനും ജീവിതം നെയ്ത്തു തുണിയുമാണ്. നിങ്ങളുടെ പൊട്ടിയ നൂലുകൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പ്രതിരോധത്തെ നിർവചിക്കുന്ന സങ്കീർണമായ പാറ്റേണുകളായി മാറട്ടെ. കാലാതീതമായ ജ്ഞാനം കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന നേഹ രോഗശാന്തിയുടെ സൗന്ദര്യം ഉൾക്കൊള്ളാൻ തയ്യാറായ ഒരു ഹൃദയത്തോടെ ശാന്തമായ പുൽത്തകടി വിട്ടു. If you love to watch this video, you can like, share and subscribe.